ഹായ് ഫ്രണ്ട്സ്, ബിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് പലഹാരം ഉണ്ടാക്കണത്. അപ്പോൾ ഡയമണ്ട് കട്ട് എന്നാണ് പറയുക. അത് നമുക്ക് ഏത് ഡിസൈനുകൾ നമ്മുടെ വീട്ടിലുണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കതുമ്പോൾ ഡിസൈനൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഡയമണ്ട് കട്ടിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 300 ഗ്രാം ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഉപ്പ് നമ്മുടെ പാകത്തിന്. പിന്നെ നമുക്കിത് വിളയിക്കാനായിട്ട് ഒരു 100 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്ര കൂട്ടുണ്ടായാൽ നമുക്ക് എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് പൊടി ആദ്യം നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി പറ്റണ പോലെ നന്നായി പരത്തി അത് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഗോതമ്പ് പൊടി കുഴയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്കിട്ട് കുഴയ്ക്കാനായിട്ട് നോക്കാം. നമുക്ക് ഉപ്പ് പാകത്തിനുള്ളത് ഇട്ടോളാം. പിന്നെ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് കൂട്ടിത്തിരിക്കാം. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുഴയ്ക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മാവ് കുറച്ച് നന്നായി ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ബോളുകളാക്കി പരത്താം. 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മളിത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തത് എടുത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ച് നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കാം. നമ്മൾ ഇങ്ങനെ ഓരോ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ഓരോന്നെടുത്ത് നന്നായി ഒന്ന് പരത്താം. ചപ്പാത്തിക്ക് പരത്തണ പോലെ തന്നെ ആ കണത്തിൽ തന്നെ പരത്തിയാൽ മതി. നമ്മൾ ഈ പരത്തി ചപ്പാത്തിനെ ഒന്ന് മുറിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ കഷ്ണങ്ങളാക്കി മുറിക്കുക. നമുക്കിത് വെളിച്ചെണ്ണയിൽ വറുത്ത് പോരണം കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് ഇനി നമുക്ക് ഈ ഗോതമ്പ് നുറുക്കിയത് അരിക്കിട്ട് കൊടുക്കാം. ഇത് നന്നായി ഒരു ബ്രൗൺ കളറാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരാക്കാം. നമ്മുടെ ഗോതമ്പിൻ്റെ ഡയമണ്ട് ഏതാണ്ട് ബ്രൗൺ കളറായിട്ട് നമുക്കിത് വെളിച്ചെണ്ണയിൽ കോരാം.
അപ്പോൾ നമ്മുടെ ഡയമണ്ട് കട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പഞ്ചസാര ഇടാണ്ട് ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ അത് കഴിക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് വിളയിക്കാം. അപ്പോൾ നമുക്കത് പഞ്ചസാര ഉരുക്കാം. അപ്പോൾ നമ്മളിനി ഡയമണ്ട് കട്ട് ഒന്ന് വിളയിക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചാൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് അലിയിക്കാം. പഞ്ചസാര ഒന്ന് ഒട്ടണ പരുവാകുമ്പോൾ നമുക്ക് ആ ഡയമണ്ട് കട്ട് ഇതിലിട്ട് ഇളക്കിയെടുക്കാം. പഞ്ചസാര നന്നായി അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഏലക്കാപ്പൊടി അതിലിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് കുറുതാവുന്ന വരെ ഒന്ന് തിളപ്പിക്കാം. ഇവിടെ പാവ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആ ഡയമണ്ട് കട്ട് ഇട്ട് ഇളക്കാം. തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. എല്ലായിടത്തേക്കും ഈ പഞ്ചസാര പനി ആവാനായിട്ട് ഇളക്കിക്കോളും. എല്ലായിടത്തേക്കും പഞ്ചസാര പനി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫാക്കാം. ഇതിന് ചൂടാറാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മുടെ പഞ്ചസാര പനി എല്ലാ ഡയമണ്ട് കട്ടിലേക്കും ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടാറി കഴിഞ്ഞ് നമുക്ക് ഒരു ടിന്നിലാക്കി അടച്ച് നമുക്കിത് കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു.